Voice of Marketing, in touch with positive people. വെൽക്കം ടു ദ വോയിസ് ഓഫ് മാർക്കറ്റിംഗ്. വോയിസ് ഓഫ് മാർക്കറ്റിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. ഞാൻ ജയകൃഷ്ണൻ. ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് 1-2-3 എപ്പിസോഡുകളായിട്ട് ഒബ്ജക്ഷൻ ഹാൻഡ്ലിങ്ങിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒബ്ജക്ഷൻ ഹാൻഡിൽ ചെയ്യുമ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. USP, യൂണിക് സെല്ലിംഗ് പോയിന്റ്. എന്താണ് യൂണിക് സെല്ലിംഗ് പോയിന്റ്? നിങ്ങൾ മാർക്കറ്റിലേക്ക് ഇറക്കാൻ പോകുന്ന പ്രോഡക്റ്റിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴുള്ള പ്രോഡക്റ്റിന്, ഇതൊരു പുതിയ പ്രോഡക്റ്റൊക്കെ മാർക്കറ്റിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു മാനുഫാക്ചറർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ് USP എന്ന് പറയുന്നത്, യൂണിക് സെല്ലിംഗ് പോയിന്റ്. മാർക്കറ്റിൽ അതേപോലുള്ള പ്രോഡക്റ്റ് ഓൾറെഡി ഉണ്ടാകുമല്ലോ. അവരെ കോമ്പറ്റീറ്റർ എന്ന് വിളിക്കും അല്ലേ. 1, 2, 3 ഒരു 3 കോമ്പറ്റീറ്റർ ഓൾറെഡി മാർക്കറ്റിൽ ഉണ്ടെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു പ്രോഡക്റ്റിന്റെ പേര് പറയുന്നതിൽ അർത്ഥമില്ല, ഏത് പ്രോഡക്റ്റും ആയിക്കോട്ടെ. ആ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് മാർക്കറ്റിലേക്ക് കൊടുക്കുമ്പോൾ കോമ്പറ്റീറ്ററുടെ ക്വാളിറ്റികൾ എന്തൊക്കെയാണ്, അഡ്വാൻറ്റേജ് എന്താണ്, ഡിസഡ്വാൻറ്റേജ് എന്താണ്, ഒരു വൈറ്റ് പേപ്പർ എടുത്ത് നമുക്കൊന്ന് എഴുതാൻ പറ്റണം. ABC 1, 2, 3 ഈ 3 നമ്മളായിട്ട് കോമ്പറ്റ് ചെയ്യുന്ന ആ പ്രോഡക്റ്റുകളുടെ ക്വാളിറ്റികൾ എന്തൊക്കെയുണ്ട്, ആ ക്വാളിറ്റികൾ നമ്മളൊന്ന് എഴുതുക. ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയുണ്ട് അതും നോട്ട് ചെയ്യുക. നമ്മുടെ പ്രോഡക്റ്റിന് ഇതിൽ നിന്നും വ്യത്യസ്തമായി മാർക്കറ്റിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ക്വാളിറ്റി എന്താണ്, അവർക്കില്ലാത്ത എന്ത് ക്വാളിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റും. അത് പ്രധാനമായിട്ടുള്ളത് ഏതാണത്? പാക്കിങ്ങില്, സർവീസില്, ആഫ്റ്റർ സർവീസില്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ്റെ കാര്യങ്ങളിൽ മൂല്യം എങ്ങനെ കുറച്ചുകൂടി ബെറ്റർ മൂല്യം അവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് എന്ത് നമ്മുടെ പ്രോഡക്റ്റിലൂടെ കസ്റ്റമറിന് കൊടുക്കാൻ സാധിക്കും. അതാണ് യൂണിക് സെല്ലിംഗ് പോയിന്റ്. അവരിൽ നിന്നും വ്യത്യസ്തമായി നമുക്ക് എന്ത് കൊടുക്കാൻ കസ്റ്റമറിന് സാധിക്കും, അതിലൂടെ കസ്റ്റമറെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, സാധിക്കണം. ആ ഒരു ഏരിയയിലേക്കാണ് യൂണിക് സെല്ലിംഗ് പോയിന്റ് വിരൽ ചൂണ്ടുന്നത്. നമുക്ക് എന്ത് വ്യത്യസ്തമായിട്ട് കൊടുക്കാൻ പറ്റും, അവരെക്കാൾ ബെസ്റ്റായ പാക്കിങ്, അട്രാക്റ്റീവായ പാക്കിങ്, വളരെ ഭംഗിയുള്ള അതിൻ്റെ ലേബലിങ്, അതുപോലെ തന്നെ ക്വാളിറ്റിയിൽ ബെസ്റ്റ് ക്വാളിറ്റിയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക. ബെസ്റ്റ് പെർഫോമൻസ് ആണ് നമ്മുടെ പ്രോഡക്റ്റ്. റോ മെറ്റീരിയൽ ഉപയോഗിക്കുന്നത് ബെസ്റ്റ് റോ മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ പെർഫോമൻസ് കൂടുന്നു, ക്വാളിറ്റി കൂടുന്നു, നമ്മൾ വീട്ടിലെത്തിച്ചു കൊടുക്കുന്നു. ഹോം ഡെലിവറി സംവിധാനം കാര്യക്ഷമമായിട്ട് നമ്മൾ നടത്തുന്നു. ആ പ്രോഡക്റ്റിന് അത് കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ എക്സ്ട്രാ ഗ്യാരണ്ടി പോളിസി, ശക്തമായ ഗ്യാരണ്ടി പോളിസി നമ്മൾ നടപ്പിലാക്കുന്നു. എന്തെങ്കിലും പ്രോഡക്റ്റിന് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ, കംപ്ലൈൻറ്റ് വന്നാൽ സ്പോട്ടിൽ നമ്മൾ അത് ഡീൽ ചെയ്യുന്നു, സർവീസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ് കൊടുക്കുന്നു. എല്ലാ കസ്റ്റമറും എന്തിലാണ് ഹാപ്പി? സർവീസിനേക്കാൾ ബെസ്റ്റായിട്ട് റീപ്ലേസ്മെൻറ്റിലാണ് എല്ലാവരും വിശ്വസിക്കുന്നത്, ട്രസ്റ്റ് ചെയ്യുന്നത്. ആദ്യം ചോദിക്കുന്നത്, ഇത് കംപ്ലൈൻറ്റ് വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യണം? ഫോർ എക്സാമ്പിൾ, നമുക്ക് അത്രമാത്രം ആവശ്യമുള്ള ചില പ്രോഡക്റ്റുകളുണ്ട് വീട്ടിലേക്കൊക്കെ. അതൊക്കെ കംപ്ലൈൻറ്റ് വന്നാൽ നമുക്ക് കാത്തിരിക്കാൻ വിഷമമായിരിക്കും അല്ലേ. നമുക്ക് പെട്ടെന്ന് തന്നെ അത് അടുത്തത് എടുത്ത് ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് അല്ലേ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ വീട്ടിലുള്ള ലൈറ്റ്, ട്യൂബ്സ്, ഇതൊക്കെ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ, വീട്ടിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട കിച്ചണിൽ ഉപയോഗിക്കുന്ന ടാപ്പുകൾ, ഇതൊക്കെ പ്രശ്നം വരികയാണെങ്കിൽ അത് വളരെ നെസസറി തിങ് ആണ് നമ്മുടെ അല്ലേ, ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളല്ലേ. അതിനൊരു കംപ്ലൈൻറ്റ് വന്നാൽ അത് ശരിക്കും നമ്മളെ അക്ഷരാർത്ഥത്തിൽ പ്രയാസപ്പെടുത്തും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എന്താ വേണ്ടത്? അതിന് റീപ്ലേസ്മെൻറ്റ് വേണം. നമ്മുടെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത പ്രോഡക്റ്റുകൾ ഒരിക്കലും സർവീസിനേക്കാൾ ബെസ്റ്റായിട്ട് റീപ്ലേസ്മെൻറ്റ് ഒരു കസ്റ്റമർ ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ആ കമ്പനി സർവീസാണ് കൊടുക്കുന്നത്, നമ്മൾ റീപ്ലേസ്മെൻറ്റ് കൊടുക്കുന്നു. ഒരു കസ്റ്റമർ
ആ റീറ്റെയിൽ ഷോപ്പിലേക്കോ അല്ലെങ്കിൽ പ്രോബ്ലം വന്ന് അവരെ കോണ്ടാക്ട് ചെയ്താൽ, എക്സിക്യൂട്ടീവിനെ കോണ്ടാക്ട് ചെയ്താൽ ഉടനെ തന്നെ റീപ്ലേസ്മെന്റ് എത്തിച്ചു കൊടുക്കുന്നു. കസ്റ്റമർ ഹാപ്പിയാണ്. ഈ സർവീസ് കോമ്പറ്റീറ്റർ കൊടുക്കുന്നില്ല. അപ്പോൾ കസ്റ്റമർ അനുഭവിക്കുന്ന ആ പെയിന് ഒരു സാറ്റിസ്ഫാക്ഷൻ, അപ്പോൾ തന്നെ അതിന് പരിഹാരം കൊടുക്കുകയാണ്. അയാൾ ഹാപ്പി കസ്റ്റമറായി. അങ്ങനെ ഹാപ്പി കസ്റ്റമേഴ്സിനെ നിരന്തരം സൃഷ്ടിച്ചു കൊണ്ടിരുന്നാൽ ഒരു കമ്പനി ഗ്രോത്ത് ചെയ്യും. പ്രൈസ് ഒരു മാറ്റർ ആണെങ്കിൽ പോലും പ്രൈസിനെ ഒരു യൂണിക് സെല്ലിംഗ് പോയിന്റ് ആയിട്ട് എടുക്കുമ്പോൾ അതിനേക്കാൾ ഉപരിയായിട്ട് അതിൻ്റെ വാല്യൂവിനെ കുറിച്ചിട്ട്, കസ്റ്റമർക്ക് കൊടുക്കുന്ന വാല്യൂവിനെ കുറിച്ചിട്ട്, ആഫ്റ്റർ സർവീസിനെ കുറിച്ചിട്ട്, അതിൻ്റെ ക്വാളിറ്റിയെ കുറിച്ചിട്ട്, പെർഫോമൻസിനെ കുറിച്ചിട്ട്, അതിൻ്റെ പാക്കേജിങ്, അതിൻ്റെ ലേബലിങ് വളരെ അട്രാക്റ്റീവായിട്ട് ഒരു ഫുഡ് പ്രോഡക്റ്റൊക്കെയാണ് വളരെ കൃത്യമായ അതിൻ്റെ ലേബലിങ്, അതിൻ്റെ ഡേറ്റ് ഓഫ് മാനുഫാക്ചറിങ്, ക്വാളിറ്റി ഉണ്ടായിരിക്കണം, ഹൈജീനിക് ആയിരിക്കണം അല്ലേ? ഒരു ഫുഡ് പ്രോഡക്റ്റ് ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ ആ ക്വാളിറ്റി, ഹൈജീനിക് അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കും, പാക്കിങ് നോക്കും ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ യൂണിക് സെല്ലിംഗ് പോയിന്റ് എന്നുള്ള കാര്യം പ്രൈസിനേക്കാൾ ഉപരിയായിട്ട് അതിൻ്റെ ക്വാളിറ്റിക്ക് പ്രാധാന്യം കൊടുക്കണം, പെർഫോമൻസിന് പ്രാധാന്യം കൊടുക്കണം, കസ്റ്റമർ സർവീസിന് പ്രാധാന്യം കൊടുക്കണം. അങ്ങനെ ഈ 3 പ്രോഡക്റ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കാൻ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റ് ഇതിനേക്കാൾ ബെസ്റ്റായിട്ട്, എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്ത് കസ്റ്റമറിന് കൊടുക്കാൻ പറ്റും, അതാണ് യൂണിക് സെല്ലിംഗ് പോയിന്റ്. ഒരു ഒബ്ജക്ഷൻ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും കസ്റ്റമറുടെ ക്വസ്റ്റ്യൻസ്, അത് സർവീസ് ഇൻഡസ്ട്രി ആയിക്കോട്ടെ, അതുപോലെ തന്നെ പ്രോഡക്റ്റ് ബേസ് ആയിക്കോട്ടെ, എന്തൊക്കെ ക്വാളിറ്റികളാണ് നമ്മുടെ കോമ്പറ്റീറ്റർക്ക് ഉള്ളത്, അതിൽ നിന്നും വിഭിന്നമായിട്ട് നമ്മുടെ പ്രോഡക്റ്റിന് സർവീസിന് എന്ത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് കസ്റ്റമറിന് കൊടുക്കാൻ സാധിക്കും, അതാണ് യൂണിക് സെല്ലിംഗ് പോയിന്റ്. ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ, ഒരു സർവീസ് അതെല്ലാം ഡിസൈൻ ചെയ്യുമ്പോൾ ഈ കാര്യം യൂണിക് സെല്ലിംഗ് പോയിന്റ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒപ്പം തന്നെ ഒബ്ജക്ഷൻ ഹാൻഡിൽ ചെയ്യുമ്പോൾ കസ്റ്റമറുടെ ക്വസ്റ്റ്യൻസിന് അവർ ഉന്നയിക്കുന്ന അതർ കോമ്പറ്റീറ്റേഴ്സിനെ കുറിച്ച് ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടി കൊടുക്കുകയും അവരെ കോമ്പറ്റീറ്ററിനെ കുറ്റം പറയാതെ, അതിൻ്റെ കംപ്ലൈൻറ്റ് നമ്മൾ അങ്ങോട്ട് നിരത്താതെ നമ്മുടെ ക്വാളിറ്റികൾ കൃത്യമായിട്ട് കസ്റ്റമറിന് ട്രാൻസ്ഫോർമേഷൻ നടത്താൻ നമുക്ക് സാധിക്കണം. അങ്ങനെ വരുമ്പോൾ ആ ക്ലോസിങ് വളരെ ബെസ്റ്റായിട്ടും വളരെ സക്സസ് ആയിട്ടും തീരും എന്നുള്ള കാര്യത്തിൽ റിയാലിറ്റിയാണ്, സംശയമില്ലാത്ത കാര്യമാണ്. ഒബ്ജക്ഷൻ ഹാൻഡിലിംഗ് ആ ഒരു ഏരിയ നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് കാണാം. ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ സക്സസ്.